പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിലെ നീ നിൻ്റെ ജീവിതത്തിൽ സ്റ്റക്കായിരിക്കുവാണ് എന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് വലിയ വിശ്വാസമുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷേ നിനക്ക് ഇൻസെക്യൂരിറ്റിയുടെയും ഇൻഫീരിയോറിറ്റിയുടെയും വലിയ ആഴത്തിലുള്ള ചില ഫീലിങ്സ് ഉണ്ട്, ഇല്ലേ? പ്രൈസ് ഗോഡ്. ഞാൻ പറയുക, ഞാനും ഇതിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ സത്യം വിശ്വസിച്ചിട്ട് ധൈര്യത്തോടെ നിന്നില്ലെങ്കിൽ നമ്മൾ വീക്കായി പോകത്തേ ഉള്ളൂ. എന്നാൽ വലിയ വിശ്വാസത്തോടെ കോൺഫിഡൻസോടെ നാം നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. എന്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചാക്കിയോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിഭാഗത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. 40 നേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ 10:10, ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഒത്തിരി പ്രതീക്ഷകൾ എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. പ്രൈസ് ഗോഡ്. പലപ്പോഴും വചനം പഠിക്കുവാൻ ഒത്തിരി സമയം ആദ്യകാലങ്ങളിൽ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില മിഷണറികൾ മുഖേനയാണ് മദാമ്മമാർ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. അവരെല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തതുകൊണ്ട് അതിന്ന് എൻ്റെ ജീവിതത്തിൽ ഉപകാരമായിട്ട് വരുന്നു. ഞാൻ അവരുടെ ബൈബിൾ സ്റ്റഡിക്കൊക്കെ പോകുന്ന കാര്യമൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അങ്ങനെ എഴയുവാണെന്ന്? ചില ഡിസപ്പോയിൻമെൻറ്റ്സൊക്കെ നേരിടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ദൈവത്തോട് അല്പസ്വല്പ പിറുപിറുപ്പൊക്കെ ഇപ്പോൾ വരുന്നില്ലേ? നീ വളരെ വിലയുള്ളതായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്ന നിൻ്റെ വിശ്വാസം ചിലപ്പോൾ ഉലച്ചു തട്ടിപ്പോകുന്നില്ലേ ഈ നാളുകളിൽ? ഞാൻ പറയട്ടെ, വിശ്വാസം ഒരിക്കലും നാം തള്ളിക്കളയരുത്. ഇപ്പോൾ നാം ആയിരിക്കുന്നിടത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക, വേറൊരു ദിശയിലേക്ക് പോവുക, വേറൊരു കാര്യത്തിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇമ്പോസിബിളായിട്ട് നിനക്ക് തോന്നിയെന്നിരിക്കും. പക്ഷെങ്കിൽ നിൻ്റെ വിശ്വാസത്തെ ദൈവം മാനിക്കും. ഒൺലി തിങ് ഈസ്, നീ എടുക്കുന്ന സ്റ്റെപ്പും നീ പോകുന്ന വഴിയുമൊക്കെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായിരിക്കണം. ബോൾഡ് ഫെയ്ത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം, ഒരു മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാൻ ദാവീദിനുണ്ടായിരുന്ന വിശ്വാസം, മുടന്തനായൊരു മനുഷ്യൻ ചാടി നടക്കുന്നത് കാണുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം, മലകളെ നീക്കുവാൻ തക്കതായിട്ടുള്ള വിശ്വാസം, അഡ്വഞ്ചറസ് ഫെയ്ത്ത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രു പറയുന്ന, പിശാച് പറയുന്ന, ഞാൻ നിന്നെ അറക്കും മുട്ടിക്കും നശിപ്പിക്കുന്നു എന്ന് പിശാച് പറയുന്ന സകല വചനത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ ദൈവീയ സത്യങ്ങളെ നമുക്ക് മുറുകെ പിടിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവകൃപയ്ക്ക് വേണ്ടി അതിന് യാചിക്കണം. സെൽഫ് ഡൗട്ട് ഒന്നും വേണ്ട. സ്വയമായി ഇരുന്ന് സംശയിച്ചാൽ കുഞ്ഞെ നീ പുറകോട്ട് പോത്തേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ ആ വാഗ്ദത്ത വചനങ്ങളുണ്ടല്ലോ, പവർഫിൽഡ് പ്രോമിസസ് ഓഫ് ഗോഡ്, അത് നാം ഏറ്റെടുക്കണം. നമ്മളെ മറ്റുള്ളവരായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോകരുത്. കാരണം നാം എല്ലാം യുണീക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവർ. എന്നെപ്പോലെ അല്ല അടുത്ത ആൾ. നമ്മളൊരിക്കലും ഗ്രംബിൾ ചെയ്യുവാൻ പോകരുത്. നമ്മൾ അൺഗ്രേറ്റ്ഫുൾ ആകരുത്, നന്ദിയില്ലാത്തവരായി തീരരുത്. പ്രൈസ് ഗോഡ്. സംശയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലുണ്ടല്ലോ, അത് നമ്മളെ പാരലൈസ് ചെയ്ത് കളയും, നമ്മെ തളർത്തിക്കളയും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മളുടെ വാതിൽ യേശു കർത്താവാണ്.
ആ വാതിലിലൂടെ കടന്ന് അവനെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സഹായം ദൈവമക്കളെ നാം ഈ നാളിൽ കാത്തിരിക്കണം. അവൻ സഹായിക്കുക തന്നെ ചെയ്യും. കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടപ്പോൾ മോശെ അവിടെ നിന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് അവന് അല്പസ്വല്പം സംശയമൊക്കെ ഉണ്ടായിരുന്നു. ദൈവം മോശയോട് പറഞ്ഞു, മോശയെ ഓർപ്പിച്ചു, ആരാന്ന്? ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന്. ഹല്ലേലൂയ! ദൈവം അവനെ ഓർപ്പിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ ആരാണെന്ന് അന്ന് വരെ ഒരു ഗ്രാഹ്യം തനിക്ക് കിട്ടിയിട്ടിരുന്നില്ല. എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യം ഏറ്റെടുപ്പാൻ നമുക്ക് കഴിയണം. 3:10 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പുറപ്പാട് 3:10, ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. പ്രൈസ് ഗോഡ്. ഒന്ന് ഇമാജിൻ ചെയ്തേ, വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരുന്ന മോശ ഇന്ന് അവന് വലിയൊരു അസൈൻമെൻറ്റ് കിട്ടുക. താൻ ഒരാളെ കൊന്നതും നിമിത്തം താൻ ഭീരുവായിട്ട് അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു. മോശ പറഞ്ഞു കാണും, ഐ എം സോ മെസ്ഡ് അപ്പ്, യൂസ്ഡ് അപ്പ് ആൻഡ് ഫെഡ് അപ്പ്. കുഞ്ഞെ, നീ അങ്ങനെ പറയുന്നുണ്ടോ? ഞാനൊരു തെറ്റ് ചെയ്തു, അത് കാരണം ഞാനിപ്പോൾ ഐ എം ഫെഡ് അപ്പ് എന്ന് നീ പറയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ കണ്ട് അങ്ങനെ പറഞ്ഞവർ ഇതിനകത്ത് തന്നെ കേൾക്കുന്നില്ലേ? എന്നാൽ നിന്നെക്കുറിച്ചുള്ള പ്ലാൻ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ പ്രൈസ് ഗോഡ്, നിനക്ക് അതിശയം തോന്നും. പക്ഷേ എപ്പോൾ ദൈവം നിന്നെക്കുറിച്ചുള്ള പ്ലാൻ നിന്നോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമോ അപ്പോൾ പിശാച് കടന്നു വന്ന് നമ്മുടെ വീക്ക്നെസ്സസ് എല്ലാം നമ്മളെ അങ്ങ് ഓർപ്പിക്കും. പ്രൈസ് ഗോഡ്. നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങുമ്പോൾ പിശാചിൻ്റെ മെയിൻ ജോലി എന്തെന്നറിയാമോ? പ്രൈസ് ഗോഡ്, നമ്മെ നിരാശപ്പെടുത്തും. എന്നാൽ ഓർക്കണേ, അവൻ നമ്മുടെ ഏറ്റവും അടുത്ത തുണയാണ് യേശു കർത്താവ്. അവൻ നമ്മുടെ ദയ കാണിക്കുന്ന ദൈവമാണ്, നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ പഴയതുപോലെ തന്നെ ഇരിക്കുവാനല്ല, നമ്മളിലൊരു രൂപാന്തരം തന്ന് നമ്മെ അവന് പ്രയോജനമുള്ള പാത്രമാക്കി അവൻ മാറ്റും. നമ്മുടെ ഐഡൻറ്റിറ്റി ദൈവത്തിലാണ്. ധൈര്യത്തോടെ ജീവിപ്പാൻ വേണ്ടിയാണ് അവൻ നമ്മെ വിളിക്കുന്നത്. അവനാണ് നമ്മെ അയക്കുന്നത്. ദൈവം വിളിക്കുമ്പോൾ കുഞ്ഞെ, നിനക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ കാര്യം. സെൻസ് ചെയ്യുവാൻ തക്കവണ്ണം നിനക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. നീ ദൈവത്തിൽ നിന്ന് അകന്നായിരിക്കുന്നെങ്കിൽ എന്തുകൊണ്ടാകുന്നിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം നിന്നെ വിട്ടിട്ട് പോകത്തില്ല കേട്ടോ. അവൻ്റെ വിളി എപ്പോഴും നിന്നെക്കുറിച്ച് ഉള്ളത് നടന്നുകൊണ്ടായിരിക്കുന്നത്. നിൻ്റെ കാതുകൊണ്ട് നിനക്കത് കേൾക്കുവാൻ കഴിയണം, അത്രയേ ഉള്ളൂ. അവൻ്റെ അടുക്കിലേക്ക് അണയുമ്പോൾ അവൻ നമ്മെ ചേർക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മളെവിടെയാണെങ്കിലും നമ്മൾ ബോറടിച്ചു പോകാനായിട്ടല്ല, എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ജയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. Practicing the presence of God is the constant awareness of His presence and the attentive acknowledgement of His workings. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ പ്രവൃത്തികളെ അക്നോളജ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയണം. പ്രൈസ് ഗോഡ്. വെറും ഒരു ഫീലിംഗ് ആയിട്ടല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. നാം ഇപ്പോൾ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ അടുത്തിരിക്കുവാണെങ്കിൽ അതൊരു ഫീലിംഗ് ആണോ? അല്ല. വി ആർ ജസ്റ്റ് എക്സ്പീരിയൻസിങ് ഇറ്റ്. ആ ദൈവവുമായിട്ട് ഇൻറ്റിമേറ്റായിട്ട് എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ഹല്ലേലൂയ കൈ കോർത്ത് പിടിച്ച് നടക്കുവാൻ നമുക്ക് കഴിയണം. അവൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ പണിയും, നമ്മെ ബലപ്പെടുത്തും, നമ്മെ വളർത്തും. പ്രൈസ് ഗോഡ്. ആരാധിപ്പാൻ സമയം മാറ്റിവെക്കണം.
സ്പിരിച്വലി വളരുവാൻ തക്കവണ്ണം എന്തൊക്കെ നിനക്ക് ചെയ്യാമോ അതെല്ലാം ചെയ്യുവാൻ നിനക്ക് കഴിയണം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിക്കുന്നത്, ദൈവത്തോട് പറ്റിയിരിക്കുന്നത് എനിക്കേറെ നന്നെന്ന് പറയുവാൻ തക്കവണ്ണം പ്രിയ ദൈവത്തിലെ നിനക്ക് കഴിയണം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല സ്വർഗീയ പിതാവേ, ഞങ്ങളെ അത്ഭുതവും അതിശയകരവുമായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നോടുവാനല്ല, ഞങ്ങൾ എവിടെയാണേലും നിൻ്റെ സാന്നിധ്യവും നിൻ്റെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുന്നതും കാത്ത് ഇരിക്കുക. നിൻ്റെ സാന്നിധ്യത്തിൽ വലിയ ചെയ്തെടുപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം നീയാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ കൃപയിൽ പൊതിഞ്ഞാട്ട യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.